ഗായ്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കണ്ണൂരിലെ വളപട്ടണം പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പറശ്ശിനിക്കടവ് മടപ്പുരയിലെ പ്രധാന ദേവനാണ് ശ്രീ മുത്തപ്പൻ. ജാതിമത ഭേദമന്യേ ആർക്കും കടന്നു ചെല്ലാവുന്ന ഈ ക്ഷേത്രത്തിലെ കഥ തുടങ്ങുന്നത് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നാണ്. അയ്യംകരയില്ലാത്ത പാടിക്കുറ്റി അന്തർജനത്തിന് പുഴയിൽ നിന്നൊരു ശിശുവിനെ ലഭിക്കുന്നു. കുട്ടികളില്ലാത്ത ഇരുന്നവർ ആ കുട്ടിയെ വളർത്തി. എന്നാൽ ആ കുട്ടി മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. താഴ്ന്ന ജാതിക്കാരായ കുട്ടികളോടൊപ്പം കളിക്കാനും മാംസാഹാരം കഴിക്കാനും വേട്ടയാടാനും അവൻ ഇഷ്ടപ്പെട്ടു. ഇല്ലത്തെ ചിട്ടവട്ടങ്ങൾ അവൻ തളച്ചിട്ടില്ല. അവരുടെ സങ്കടം സഹിക്കവയ്യാതെ അവൻ വീട് വിടാൻ തീരുമാനിച്ചു. വിശ്വരൂപം കാണിച്ചു കൊടുത്ത് അമ്മയെ വന്ദിച്ച് അവൻ യാത്രയായി. തൻ്റെ യാത്രമധ്യേ മലമ്പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദാഹം തീർക്കാൻ പനം കള്ള് ചെത്തിയിരുന്ന ചന്ദനോട് അവൻ കള്ളാവശ്യപ്പെട്ടു. ചന്ദൻ കള്ള് കൊടുത്തിരുന്നപ്പോൾ അവൻ്റെ മുത്തപ്പൻ കല്ലാക്കി മാറ്റി എന്നാണ് ഐതിഹ്യം. പിന്നീട് ചന്ദൻ്റെ ഭാര്യയുടെ അപേക്ഷപ്രകാരം അവൻ ശാപമോക്ഷം നൽകി. യാത്രക്കൊടുവിൽ മുത്തപ്പൻ പറശ്ശിനിക്കടവിൽ എത്തിച്ചേർന്നു. വേട്ടക്കാരൻ്റെ വേഷത്തിൽ നായ്ക്കളോടൊപ്പം മുത്തപ്പൻ സങ്കല്പിക്കുന്നു. അതുകൊണ്ടാണ് പറശ്ശിനിക്കടവിൽ നായ്ക്കൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നത്. മറ്റൊരു ക്ഷേത്രങ്ങളിൽ നിന്നും കാണാത്ത രീതിയിലെ തിരുവപ്പൻ, വെള്ളാട്ടം എന്നീ 2 രൂപങ്ങളിലാണ് മുത്തപ്പൻ ദർശനം നൽകുന്നത്. ഭക്തരുടെ സങ്കടങ്ങൾ നേരിട്ട് കേൾക്കാനും അവർക്ക് ആശ്വാസം നൽകാനും ദൈവമാണ് മുത്തപ്പൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.